നീ എന്താ ഇപ്പൊ ആ പെൺകുട്ടിയെ കുറിച്ച് ചോദിക്കാൻ? ഒന്നുമില്ല. ആദ്യമായിട്ടാ ഞാനൊരു പെൺകുട്ടിയോട് ഇങ്ങനെ. കുടിക്കലും വലിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വേറെ വൃത്തികേടുകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് അവന്മാരെ പോലെ കാണുന്ന എല്ലാ പെണ്ണിന്റെ കൂടെയും കിടക്കണം എന്ന് തോന്നിയിട്ടുമില്ല. ചിലരെയൊക്കെ കാണുമ്പോൾ കാണാൻ കൊള്ളാം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. എന്നല്ലാതെ വൃത്തികെട്ട രീതി ചിന്തിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആ കുട്ടിക്ക് എന്നെ ഓർമ്മ ഉണ്ടാവുമായിരിക്കും അല്ലേ? എന്റെ ഒരു തോന്നൽ, ആ കുട്ടി ഇനി എന്തൊക്കെ മറന്നാലും നിന്റെ മുഖം ഈ ജീവിതത്തിൽ മറക്കില്ല. അവളുടെ മനസ്സിൽ ഞാനൊരു വൃത്തികെട്ടവനും ദുഷ്ടനും ഒക്കെ ആയിരിക്കും അല്ലേ? അത് പിന്നെ ഉറപ്പല്ലേ? അതൊക്കെ മാറാൻ ഒരു വഴിയുണ്ട്. നീ ആ കുട്ടിയെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അറിയാതെ ചെയ്തു പോയ തെറ്റിന് ക്ഷമ ചോദിക്കുകയും വേണം. ചിലപ്പോ എല്ലാം അറിയുമ്പോൾ ക്ഷമിക്കുമായിരിക്കും. അപ്പൊ മനസ്സിലെ രൂപം മാറുമല്ലോ. അന്ന് അച്ഛൻ പറഞ്ഞതുപോലെ കേട്ട് അവരോടുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി ഇതുകൂടി അറിഞ്ഞ അച്ഛൻ മാത്രമല്ല, ബാക്കിയുള്ളവർ കൂടെ എന്നെ തറവാട്ടിൽ നിന്ന് പുറത്താക്കും. അമ്മയും മുത്തശ്ശിയും ഒന്നും ഒരിക്കലും ക്ഷമിക്കില്ല. എന്റെ അപ്പുവിനോടാണ് ആരെങ്കിലും ഇങ്ങനെ ചെയ്തതെങ്കിൽ അവളുടെ അവസ്ഥ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അതുപോലെ തന്നെ ആവില്ലേ ആ കുട്ടി? എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഒന്ന് അഖിലിനെ വിളിച്ചു നോക്ക്. എന്തേലും അറിയാൻ പറ്റുമോന്ന് നോക്കാലോ. ഇനിയും ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. ഹലോ അഖിൽ, നീ ഇതുവരെ എന്താ വിളിക്കാത്തത്? എനിക്ക് ഇനിയൊന്നും അറിയാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ വയ്യ. അതാ ഞാൻ വിളിച്ചത്. ഡാ ശിവ, ഞാൻ എന്റെ മാക്സിമം ശ്രമിച്ചു, പക്ഷെ ഒന്നും അറിയാൻ പറ്റിയില്ല. അതാ ഒന്നുകൂടെ നോക്കിയിട്ട് വിളിക്കാന്ന് കരുതിയത്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഇത്രയും വലിയ ഹോട്ടലിലൊക്കെ അവരുടെ ഗസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എത്ര കാലം വരെ അവർ സൂക്ഷിച്ചു വെക്കും? പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വീടുകളിൽ പോലും CCTV ഉണ്ട്. എന്നിട്ട് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നീ പറഞ്ഞതെല്ലാം ശരിയാണ്, അവിടെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രമില്ലെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തായി പറയുന്നത്. അവരുടെ ഡീറ്റെയിൽസ് മാത്രം ആരെങ്കിലും മായ്ച്ചു കളയാൻ ഇത് സിനിമയൊന്നും അല്ല. എന്നാൽ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഞാൻ പറയുന്നത് മുഴുവൻ നീ ആദ്യം ക്ഷമയോടെ കേൾക്ക്. അവിടെ റൂം എടുത്ത് പുറത്തുനിന്ന് വന്ന ഒരു ചെക്കനും പെണ്ണുമാണ്. പുറത്തുനിന്ന് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഇന്ത്യയിലുള്ളവർ അല്ല, അത്ര തന്നെ. പക്ഷെ അവരെ കണ്ടാൽ പുറത്തുള്ളവരായിട്ട് തോന്നില്ലല്ലോ. നീ അതിന് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ ഫ്രണ്ട് കണ്ടിട്ടുണ്ട്. ഡാ ശിവ, എല്ലാവരെയും കണ്ടാൽ ഫോറിനേഴ്സിനെ പോലെ തോന്നണം എന്നില്ലല്ലോ. ഫോൺ സ്പീക്കറിലായതിന് അജു എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. 1 മിനിറ്റ്, എന്റെ ഫ്രണ്ട് ഉണ്ട് കൂടെ. അവൻ നീ പറഞ്ഞ പെൺകുട്ടിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അജു, നീ പറ, അവളെ കണ്ട എന്താ തോന്നുന്നത്? കാണുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഫോറിനറായി തോന്നില്ലെങ്കിലും ഇവിടത്തെ പോലെ അല്ലെന്ന് കുറച്ചൊക്കെ തോന്നും. എന്നിട്ട് നീ ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ. എന്റെ ശിവ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഇപ്പൊ അഖിൽ പറഞ്ഞത് കേട്ടപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചത്. വേറെ എന്താ അറിഞ്ഞത്? അവർ തിരിച്ചു പോയത് ദുബായിലേക്കാണ്. അതെങ്ങനെ അറിഞ്ഞത്? ആ പയ്യൻ ഹോട്ടലിന്റെ മാനേജറിനെ നേരിട്ട് കണ്ട് പോലീസിൽ അറിയിക്കുമെന്നും സോഷ്യൽ മീഡിയ വഴി പുറത്തറിയിക്കുമെന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയെന്ന സ്റ്റാഫൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം പുറത്തറിഞ്ഞ ഹോട്ടലിന്റെ പേരിനെ ബാധിക്കുക എന്നുള്ളതുകൊണ്ട് അവരുടെ എല്ലാ കണ്ടീഷൻസും അംഗീകരിക്കാൻ അയാൾ തയ്യാറാവുകയായിരുന്നു. ആ പയ്യൻ തന്നെ CCTV റെക്കോർഡ്സിൽ നിന്നും അവരുടെ വിഷ്വൽസും ഹോട്ടലിന്റെ രജിസ്റ്ററിൽ നിന്ന് അവരുടെ ഡീറ്റെയിൽസും ഒക്കെ പെർമനന്റ്ലി ഡിലീറ്റ് ആക്കി എന്നാ പറയുന്നത്. അവിടെയൊക്കെ ഇപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ സോഫ്റ്റ് കോപ്പിയായി മാത്രമേ സൂക്ഷിക്കാറുള്ളൂ. എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും കരുതിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും കോപ്പി എടുക്കാൻ പോലും പറ്റിയില്ല. അവന് ടെക്നിക്കലി നല്ല കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്തവണ്ണം ഡിലീറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അവരുടെ പേര് പോലും ആർക്കും അറിയില്ല. അപ്പൊ അവരെ കണ്ടുപിടിക്കാൻ ഒരു മാർഗവും ഇല്ലേ? നിനക്കിപ്പൊ എന്തിനാ അവരെ കണ്ടുപിടിച്ചിട്ട്? ഇനി നിന്നോടൊന്നും മറച്ചു വെക്കുന്നില്ല. ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഞാനാണ്. നിനക്കെന്താ അല്ല പ്രാന്തം പിടിച്ചോ? അത് അവന്മാരുടെ കൂടെ കൂടി അങ്ങനെ ആയോ? ഡാ ശിവ, നീ ഫോൺ തന്നിട്ട് പുറത്തു പോയിരിക്കെ, ഞാൻ എല്ലാം പറഞ്ഞോളാം. അജുവിനെ ഫോൺ ഏൽപ്പിച്ച് പുറത്തേക്ക് വന്നു. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും അസ്തമിച്ചു. ഇനി ഞാൻ നിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? നീ ആരാണെന്നോ എവിടെന്ന് വന്നെന്നോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് കാണാൻ പറ്റുമോ എന്നും അറിയില്ല. എന്നെങ്കിലും നീ എവിടെ വെച്ചെങ്കിലും എന്നെ കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കില്ല അല്ലേ? അത്ര വലിയ തെറ്റാണ് അറിയാതെ ആണെങ്കിൽ ഞാൻ നിന്നോട് ചെയ്തത്. എന്തെങ്കിലും എന്റെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്കൊരു അവസരം തരണേ ദൈവമേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഡാ, അവന്മാർ ഇത്രയൊക്കെ ചെയ്തിട്ടും ശിവ ഒന്നും ചെയ്തില്ലേ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അഖിൽ ആദ്യം ചോദിച്ചത് ഇതായിരുന്നു. ഇനി ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു. തമ്മിൽ കണ്ട ഇതുപോലെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും അവന്മാരുടെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ടല്ലോ, അത്രയും സമാധാനം. ഇതിലിപ്പോ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. അവരിലേക്ക് എത്താനുള്ള ഒരു വഴിയും ആ ചെക്കൻ ബാക്കി വെച്ചിട്ടില്ല. അവൻ എന്തായാലും ആ പെണ്ണിന് വേണ്ടി എന്തും ചെയ്യും എന്ന് മനസ്സിലായല്ലോ. ഡാ ശിവ, ഇത് വിട്ടേക്ക്. നീ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നാലും കണ്ടൊരു ക്ഷമയെങ്കിലും പറയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടിയേനെ. പോട്ടടാ, ആ കുട്ടിയും ചിലപ്പോ എല്ലാം മറന്നിട്ടുണ്ടാകും. ഇനിയിപ്പോ വേറൊന്നും ചെയ്യാനില്ലല്ലോ. രണ്ടാളും കൂടി നാട്ടിലേക്ക് വരാൻ നോക്ക്, വന്നിട്ട് കാണാം. അജു, നമുക്ക് നാളെ തന്നെ പോയാലോ? ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ.
വിധിയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ അവൻ നിനക്ക് മുന്നിൽ വരും ശിവ. തലയ്ക്ക് എന്താ പറ്റിയതെന്ന് വീട്ടിൽ പറയാൻ പോന്നേ? വീണതാണെന്ന് തന്നെ പറയാം. രാവിലെ തന്നെ രണ്ടുപേരും നാട്ടിലേക്ക് ബസ് കയറി. രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ അമ്മയും മുത്തശ്ശിയും ഒക്കെ തലയിലെ കെട്ട് കണ്ടിട്ട് വീണതാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് സൂക്ഷിക്കാഞ്ഞിട്ടാണെന്നാണ്. സത്യം എന്തെന്നറിഞ്ഞ എന്നെ ഈ മതിലിനുള്ളിൽ പോലും ആരും കയറ്റില്ലെന്ന് ഉറപ്പാണ്. അമ്മേ, അച്ഛൻ എവിടെ? മുറിയിലുണ്ട്. ഇപ്പൊ വന്നേ ഉള്ളൂ ഓഫീസിൽ നിന്ന്. കുളിക്കുമായിരിക്കും. ഞാനും പോയൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഡി അമ്മു, നിനക്ക് എന്താ ഞാൻ വന്നിട്ട് ഒരു സന്തോഷമില്ലാത്തത്? അതിന് നീ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനൊന്നും അല്ലല്ലോ പോയത്, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാനല്ലേ. വേഗം പോയി കുളിച്ച് റെഡിയായി വന്നു. എല്ലാരും കൂടി വീട്ടിലുള്ളപ്പോഴൊക്കെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കണമെന്ന് മുത്തശ്ശന് നിർബന്ധമാണ്. എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. മുത്തശ്ശൻ കൈലാസത്തിൽ പത്മനാഭനും മുത്തശ്ശി കല്യാണിക്കും 2 മക്കളാണ്. എന്റെ അമ്മ നന്ദിനിയും അനിയൻ നന്ദനും. എന്റെ അച്ഛൻ ചന്ദ്രകുമാർ ഒറ്റ മോനായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കൾ മരണപ്പെട്ടതിനാൽ ഞങ്ങൾ എല്ലാവരും തറവാട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെയുള്ളത് എന്റെ ഒരേ ഒരു അനിയത്തി അപർണ എന്ന ഞങ്ങളുടെയൊക്കെ അപ്പു. അവൾ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആയി. നന്ദമാമൻ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിന് മുത്തശ്ശൻ തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണെന്നാണ് പറഞ്ഞു കേട്ടത്. എന്നെ കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ അമ്മ ഇടയ്ക്ക് പറഞ്ഞു കേൾക്കാം. പക്ഷെ എനിക്ക് ഒട്ടും ഓർമ്മയില്ല. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ, നിന്റെ ദേഷ്യമൊക്കെ തീർന്നോ? അച്ഛനറിയാലോ, ഞാനന്ന് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞതാണ്. അല്ലാതെ അച്ഛന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്നും എന്റെ ഫ്രണ്ട്സാണ് തെറ്റുകാരെന്നും എനിക്കറിയാമായിരുന്നു. കുറെ നാളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലേ, പെട്ടെന്ന് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. ഒരു പ്രാവശ്യം കൂടി ക്ഷമിക്കാന്ന് കരുതി. എന്നിട്ടിപ്പോ എന്തുണ്ടായി? അവരിപ്രാവശ്യം എന്താ ചെയ്തത്? നല്ലതൊന്നും ആയിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഒഴിവാക്കി. അപ്പൊ എന്തോ വലിയ തെറ്റാണെന്ന് ഉറപ്പായി. ഞാൻ അച്ഛനോട് പിന്നീട് ഒരിക്കലും എല്ലാം പറയാം. പോട്ടെ, വിട്ടേക്ക്. ഇനി എന്താ നിന്റെ പ്ലാൻ? ഞാൻ ഇനി കമ്പനിയിൽ അച്ഛന്റെ കൂടെ വരാമെന്നാണ്. പിന്നെ എന്റെ കൂടെ അജു ഉണ്ട്. അവന് കൂടി ഒരു ജോബ് എന്തേലും വേണം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഞാൻ നിന്നോട് കുറെ ആയില്ലേ പറയുന്നു, വല്ലപ്പോഴും വന്ന് പോവാതെ സ്ഥിരമായി അവിടെ വരാൻ. ഇനി ഞാൻ വന്നോളാം. എല്ലാ കാര്യങ്ങളും അച്ഛൻ ഇപ്പൊ അറിഞ്ഞ വീണ്ടും വഴക്കും പ്രശ്നങ്ങളും ആവും. പിന്നീട് ഒരിക്കൽ പറയുന്നതാണ് നല്ലത്. മുത്തശ്ശൻ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് കൈലാസം ഗ്രൂപ്പ്സ്. ഇപ്പോ വളർന്ന് വലിയ കമ്പനിയായി. ആദ്യമൊക്കെ മുത്തശ്ശൻ തന്നെയായിരുന്നു എല്ലാം നോക്കി നടത്തിയിരുന്നത്. ഇപ്പൊ വയസ്സായപ്പോൾ അച്ഛനും കൂടി എല്ലാത്തിനും സഹായിക്കും. കമ്പനിയിൽ സാധാ ഒരു ജോലിക്കാരനായി വന്നതായിരുന്നു എന്റെ അച്ഛൻ. അച്ഛന്റെ ആത്മാർത്ഥതയും സ്വഭാവവും കണ്ട് ഇഷ്ടപ്പെട്ട് മുത്തശ്ശൻ മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. അച്ഛന്റെ സാമ്പത്തികമൊന്നും മുത്തശ്ശന് പ്രശ്നമേ അല്ലായിരുന്നു. നന്ദമാമന്റെ കാര്യത്തിൽ മാത്രം എന്താണാവോ ഇങ്ങനൊരു പെരുമാറ്റം. എന്തെങ്കിലും കാരണം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരിക്കലും തറവാട്ടിൽ നിന്ന് ഇറക്കിവിടാൻ മാത്രം ദുഷ്ടനൊന്നും അല്ല മുത്തശ്ശൻ. പെട്ടെന്നുള്ള ദേഷ്യത്തിന് പുറത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞെങ്കിലും മാമൻ പോകുമെന്ന് മുത്തശ്ശനും വിചാരിച്ചു കാണില്ല. കുറെ നാൾ ദേഷ്യം വെച്ച് നടന്നെങ്കിലും മാമൻ പിന്നീട് ഇങ്ങോട്ട് വരാതെ ആയപ്പോഴാണ് മുത്തശ്ശനും വിഷമമായത്. വരുമെന്ന് കുറെ നാൾ കാത്തിരുന്നിട്ട് കാണാതായപ്പോൾ കുറെ അന്വേഷിച്ചു. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു മാമൻ ഭാര്യയും കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്ന്. ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. മാമന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർക്കറിയാമായിരിക്കുമെന്ന് ആണ് മറ്റുള്ളവരൊക്കെ പറഞ്ഞത്. അവരുടെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി എന്നാണ് അറിഞ്ഞത്. അതെവിടെയാണെന്ന് ആർക്കും അറിയുകയില്ല. എന്തെങ്കിലും മാമനെ കണ്ടെത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും ഒക്കെ. എന്നാലും ആ കുട്ടി ഇപ്പൊ എവിടെയായിരിക്കും? എന്നെ ശപിക്കുന്നുണ്ടാവും. ഞാൻ നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് നീ അറിയുന്നുണ്ടാവില്ലേ? നീ ഒരിക്കലും എന്നെ കാണരുത് എന്നാവോ ആഗ്രഹിക്കുന്നത് അല്ലേ? ദൈവം നിന്റെ പ്രാർത്ഥന മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. ഡി നച്ചു, നീ ഇതുവരെ റെഡിയായില്ലേ? ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയി ചെന്നാൽ ഒരു ഇംപ്രഷൻ ഉണ്ടാവില്ല. ഞാൻ വന്നു, വാ പോവാ. നീ എന്താ ഈ വേഷത്തിൽ? ഫോമൽ ഓഫീസ് ഡ്രസ്സിൽ നിൽക്കുന്ന നച്ചുവിനെ നോക്കി അജു ചോദിച്ചു. പിന്നല്ലാതെ, നമ്മളിപ്പോ പോകുന്ന ഒരു ഹോസ്പിറ്റലിലാണ്, അതും ജോലിക്ക്. അതിന് ജീൻസും ഷോർട്സും ഒക്കെ ഇട്ട് പോവാൻ പറ്റുമോ? എന്നാലും ഇത് കുറച്ച് ഓവറല്ലേ? പിന്നെ നിനക്ക് ഇതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. ഇതൊക്കെ ഇട്ട് കാണുമ്പോഴല്ലേ ആളുകൾക്ക് നമ്മളെ ഒരു ബഹുമാനം ഉണ്ടാകും. നിന്റെ കാര്യത്തിൽ അത് ശരിയാകാനാണ് ചാൻസ്. അതെന്താ നിനക്ക് എന്നെ ഒരു പുച്ഛം? അല്ല, നീ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട പപ്പ പറയുന്നത് പോലെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന കുട്ടിയാണെന്ന് ആൾക്കാർക്ക് തോന്നും. നിങ്ങളൊക്കെ തടിയന്മാരായത് എന്റെ കുറ്റമാണോ? ഞങ്ങളൊക്കെ കറക്റ്റ് തടിയേ ഉള്ളൂ, നീയാണ് വളരാത്തത്. മതി എന്നെ ആക്കിയത്, വാ പോവാം. ഹലോ, ഗുഡ് മോർണിംഗ് പപ്പ. ആ വന്നോ രണ്ടാളും? എന്താ ഇത്ര നേരത്തെ വന്നത്? ഞങ്ങൾ നേരത്തെ വരാൻ റെഡിയായതാണ്. അപ്പൊ ഈ അജു ആണ് ചുമ്മാ എന്നെ കളിയാക്കി സമയം കളഞ്ഞത്. നിന്നെ എന്ത് കളിയാക്കാൻ? എന്റെ ഈ ഡ്രസ്സൊക്കെ ഓവറാണെന്നാണ് അവൻ പറയുന്നത്. പപ്പ പറ, ഇതിനെന്തേലും കുഴപ്പമുണ്ടോ? എന്റെ മോൾ എന്ത് ഡ്രസ് ഇട്ടാലും പൊളിയല്ലേ. മോൾക്ക് ഏത് ഡ്രസ്സാണോ കംഫർട്ടബിൾ അതിട്ടാ മതി. എന്റെ പപ്പ, ഇവള് പറയുന്ന ജോലിക്ക് വരുമ്പോ ഇതൊക്കെ ഇട്ടില്ലേ ആളുകൾക്ക് ബഹുമാനം ഉണ്ടാവില്ലെന്നാണ്. എന്റെ മോളെ, ഇവിടെ ജനിച്ചു വളർന്നിട്ട് നിനക്ക് എവിടെന്നാ ഈ മലയാളികളുടെ ചിന്തയൊക്കെ വന്നത്?
ഇനി രണ്ടാളും കൂടി എന്നെ കളിയാക്ക്. ഞാൻ സത്യമാണ് മോളെ പറഞ്ഞത്. ഞങ്ങൾ മലയാളികൾക്കുള്ള വേണ്ടാത്ത കുറെ വിചാരങ്ങളിൽ ഒന്നാണിത്. നമ്മുടെ വേഷം നോക്കിയാണ് ആൾക്കാർ നമ്മളെ ബഹുമാനിക്കുന്നതെന്ന്. നമ്മൾ അവരെ ബഹുമാനിച്ച അവരും തിരിച്ച് ബഹുമാനിക്കും. അത്രേ ഉള്ളൂ. കേട്ടിട്ടില്ലേ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. പപ്പ, ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാം ഒന്നും മനസ്സിലാകുന്നവരെ ചെറിയ ജോലി എന്തെങ്കിലും തന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ രണ്ടിനെ ഞാൻ ഇന്ന് തന്നെ MD ഒന്നും ആക്കാൻ പോണില്ല. അത് കേട്ടതും അജു ചിരിക്കാൻ തുടങ്ങി. അജു, നിനക്ക് എന്താണ് അജു ഇത്രയ്ക്ക് ചിരിക്കാൻ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ നിർത്തി. രണ്ടാൾ ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫായിട്ട് കുറച്ചുനാൾ വർക്ക് ചെയ്യും. പിന്നെ എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ വേറെ പോസ്റ്റിലേക്ക് മാറ്റിയാ പോരെ? അത് മതി പപ്പ, അല്ലേ അജു? എങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോ. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കോ. എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ട്. നിങ്ങൾ വരാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് ബോത്ത് ഓഫ് യു. അജു, നിനക്ക് ടെൻഷൻ ഉണ്ടോ? എന്തിന്? ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അവര് പറയുന്നതൊക്കെ കേട്ട് ചെയ്യുന്നതൊക്കെ നോക്കി പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നത് കൊണ്ട് എല്ലാവർക്കും ഞങ്ങളെ അറിയാം. ഓണേഴ്സിന്റെ മക്കളോടുള്ള ഒരു സ്നേഹം ഒക്കെ എല്ലാവരും ഞങ്ങളോട് കാണിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ തെളിയിച്ചു. ഇനി ധൈര്യമായി എല്ലാം ഞങ്ങളെ ഏൽപ്പിക്കാം എന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായം. പിന്നീട് അങ്ങോട്ട് എല്ലാവരുടെയും ജീവിതം ഒരു താളത്തിൽ പോയിക്കൊണ്ടിരുന്നു. ശിവ ഇടയ്ക്കൊക്കെ പണ്ടും കമ്പനിയെ അച്ഛനെ സഹായിക്കുന്നതിന് എല്ലാ കാര്യവും അറിയാമായിരുന്നു. ശിവയുടെ കൂടെ അജുവും കമ്പനിയിൽ പോയി തുടങ്ങി. ശിവ കമ്പനിയിൽ വരാൻ തുടങ്ങിയതോടെ കമ്പനിക്ക് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവാൻ തുടങ്ങി. അതോടെ മറ്റു കമ്പനികളുമായി പ്രോജക്റ്റിന്റെ കാര്യത്തിലൊക്കെ ചെറിയ രീതിയിൽ പ്രോബ്ലംസ് സ്ഥിരമായി. ചന്ദ്രകുമാർ ആണെങ്കിൽ പ്രശ്നങ്ങൾ സമാധാനമായി തീർക്കാൻ മാത്രമേ നോക്കൂ. ശിവയാണെങ്കിൽ നേരെ തിരിച്ചും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം അടിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊക്കെ ശത്രുക്കളായി മാറി തുടങ്ങി. ശിവ, നീ ഇങ്ങനെ പോയാൽ എല്ലാവരെയും നമ്മുടെ ശത്രുക്കളാക്കി മാറ്റുമല്ലോ. എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഞാൻ അങ്ങോട്ട് പോയി ആരോടും ഒന്നും ചെയ്യാറില്ല. ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഇടപെടാറുള്ളൂ. നിന്റെ ഈ ദേഷ്യമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഞാൻ അതിന് എല്ലാവരോടും ദേഷ്യപ്പെടാറില്ലല്ലോ. അതെനിക്കറിയാലോ. ശിവ, ഞാനിന്ന് നേരത്തെ ഇറങ്ങും. ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട് പ്ലാസ ഹോട്ടലിൽ. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നോളാം. പിന്നെ നിന്റെ കാറിന്റെ കീ എനിക്കൊന്ന് വേണം. എന്റെ വണ്ടിക്ക് കംപ്ലൈന്റ് ആയിട്ട് ഡ്രൈവർ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. നീ ഇറങ്ങാവുമ്പോഴേക്കും അയാൾ കൊണ്ടുവന്ന് തരും. ശരി അച്ഛാ. ഹലോ, ശിവദേവ് അല്ലേ? ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ അച്ഛനെ ഒരു ആക്സിഡന്റ് പറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛന് എന്താ പറ്റിയത്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സാറ് പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഒന്ന് ഇവിടെ വരെ വരണം. ഞാൻ ഇപ്പൊ തന്നെ വരാം. ഡാജു, നീ പെട്ടെന്നിറങ്ങ. എന്തു പറ്റി? നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? അച്ഛനൊരു ആക്സിഡന്റ് പറ്റി. സിറ്റി ഹോസ്പിറ്റലിലാണെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് പോണം. ഞാൻ വണ്ടി ഓടിച്ചാൽ ശരിയാവില്ല. അതാ നീ കൂടെ വാ. ഡ്രൈവർ അപ്പോഴേക്കും വണ്ടി കൊണ്ട് വന്നിരുന്നു. ആരാ നിന്നെ വിളിച്ചത്? അതൊന്നും പറഞ്ഞില്ല. അച്ഛൻ ഓക്കെയാണ്. അച്ഛൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്നും പറഞ്ഞു. ഹലോ, കുറച്ചു മുമ്പ് ഇവിടെ ആക്സിഡന്റ് ആയി കൊണ്ടുവന്ന ചന്ദ്രകുമാർ. യെസ്, 1 മിനിറ്റ്. റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൂം നമ്പർ 260. ഓക്കെ, താങ്ക് യു. ഓടി വന്ന് ഡോർ തുറക്കുമ്പോൾ കാണുന്നത് കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് തലയിൽ കെട്ടൊക്കെ കിടക്കുന്ന അച്ഛനെയാണ്. മുഖത്തൊക്കെ ചെറിയ രീതിയിൽ മുറിവുകളും ഉണ്ട്. ഇതാണോ അച്ഛാ ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞത്? നിന്നെ വെറുതെ ടെൻഷൻ ആക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറയാൻ പറഞ്ഞത്. അപ്പോഴാണ് ഒന്നിച്ചുള്ള ആളെ കണ്ടത്. ഹലോ സർ, ഞാൻ അരവിന്ദ്. ഞാനാണ് സാറിനെ വിളിച്ചു പറഞ്ഞത്. ഞാൻ ഇവിടെ ലാബിൽ വർക്ക് ചെയ്യുവാണ്. ആക്സിഡന്റ് ആയ ആളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സാമ്പിൾ എടുക്കാൻ ഞാൻ വന്നപ്പോഴാണ് ചന്ദ്രകുമാർ സാറിനെ കണ്ടത്. എനിക്ക് സാറിനെ മുമ്പ് കണ്ട പരിചയം ഉള്ളത് കൊണ്ട് വേഗം മനസ്സിലായി. ഈ ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായെന്ന് അറിയോ? അതെനിക്കറിയില്ല സർ. സാറിനെ റോഡിൽ ആക്സിഡന്റ് ആയി കിടക്കുന്ന കണ്ട് കുറച്ച് കോളേജ് പിള്ളേരാണ് ഇവിടെ എത്തിച്ചത്. അവരപ്പൊ തന്നെ പോയി. പിന്നെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടാ പോയത്. എന്നാൽ ഇത് എങ്ങനെയാ സംഭവിച്ചത്? അച്ഛൻ ശ്രദ്ധിച്ചല്ലേ വണ്ടി ഓടിക്കാറുള്ളൂ? തെറ്റ് എന്റെ ഭാഗത്ത് തന്നെയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കാൻ ശ്രമിച്ചതാണ്. പെട്ടെന്ന് മുന്നിൽ നിന്ന് വണ്ടി വരുന്നത് കണ്ട് ടെൻഷനായി റോഡ് സൈഡിലുള്ള മരത്തിലേക്ക് വണ്ടി ഇടിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് മുന്നിലേക്കും പോയി. തലയും കൈയും സ്റ്റിയറിംഗ് കുത്തിപ്പോയി. അതാ ഇങ്ങനെ കൈ ഒടിഞ്ഞത്. നീ ഇത് വീട്ടിലൊന്നും പറഞ്ഞില്ലല്ലോ? ഇല്ല. എന്തേ? എന്നാ ഒന്നും പറയാൻ നിൽക്കണ്ട. വൈകിട്ട് ഡിസ്ചാർജ് ആവാ എന്നാ ഡോക്ടർ പറഞ്ഞത്. വെറുതെ എല്ലാവരെയും ടെൻഷൻ ആക്കേണ്ട. വീട്ടിലെത്തുമ്പോൾ അമ്മ പറയുന്നതെല്ലാം കേട്ടോ. എന്നെ കുറ്റം പറയാൻ നിൽക്കരുത്. അവളെ ഞാൻ എന്തേലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. വൈകുന്നേരം വരെ ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് ഞാനും അജുവും കൂടി വീട്ടിലേക്ക് വന്നു. കൈന്റെ പ്ലാസ്റ്റർ എടുക്കാൻ കുറച്ച് ദിവസം കഴിയും. അതുവരെ റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. ഇനി വീട്ടിലെത്തിയ അമ്മയുടെ വക എന്തായാലും അച്ഛന് ആവശ്യത്തിന് കിട്ടും. അതിനിടയിൽ മിക്കവാറും എനിക്കുള്ളതും ഉണ്ടാകും. വണ്ടി നിർത്തി അച്ഛനെ മെല്ലെ പിടിച്ചിറക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ശബ്ദം കേട്ട് വന്നിരുന്നു. അയ്യോ ചന്ദ്രേട്ടാ, എന്താ പറ്റിയത്? ഈ മുറിവൊക്കെ എങ്ങനെയാ ഉണ്ടായത്? അമ്മയ്ക്കറിയാം അച്ഛൻ വണ്ടി ശ്രദ്ധിച്ചോ ഓടിക്കാറുള്ളൂ എന്ന്. ഒന്നുമില്ലമ്മേ, അച്ഛന്റെ കാർ ജസ്റ്റ് ഒന്ന് മരത്തിലിടിച്ചതാ. മരത്തിലിടിക്കാൻ നിങ്ങൾ കാട്ടിക്കൂടെയാണോ വണ്ടി ഓടിച്ചത്? എല്ലാം പറയാം. ആദ്യം അമ്മ ഒന്ന് മാറി നിൽക്ക്. അച്ഛനെ ഒന്ന് കിടത്തട്ടെ. നല്ല ക്ഷീണമുണ്ട്.
ദേ അച്ഛാ, നല്ലോണം ക്ഷീണം അഭിനയിച്ച് കിടന്നു. അല്ലെ അമ്മയെല്ലാം അറിയുമ്പോ എന്താ ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥ ഇനി അതുകൂടി താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇനി പറ, എന്താ സംഭവിച്ചത്? വെറുതെ വണ്ടി കൊണ്ട് മരത്തിൽ കയറ്റാൻ മാത്രം നിന്റെ അച്ഛൻ എന്താ പ്രശ്നം? അത് പിന്നെ അച്ഛൻ ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ എടുക്കാൻ നോക്കിയതാ. എനിക്കറിയാം എന്തേലും വേണ്ടാത്ത പണിക്ക് പോയിട്ടായിരിക്കുമെന്ന്. മതി അമ്മേ, വിട്ടേക്ക്. ഒന്നും പറ്റിയില്ലല്ലോ. നിനക്ക് അങ്ങനെ പറയാം. എന്തേലും സംഭവിച്ചിരുന്നെങ്കിലോ? പോട്ടെ, ഇനി കഴിഞ്ഞു പോയതിനെ പറ്റി വെറുതെ പറഞ്ഞ് വീണ്ടും അച്ഛന് വിഷമമാക്കല്ലേ. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. അച്ഛന് റെസ്റ്റ് ആയതോടെ ശിവയ്ക്ക് ജോലി കൂടി. എല്ലാം കൂടി നോക്കി നടത്താൻ അജു കൂടെ തന്നെ ഉണ്ടായിരുന്നു. ശിവ പുതിയ മാളിന്റെ പണി നടക്കുന്നിടത്ത് ഒന്ന് പോയി നോക്കണ്ടേ? ഇന്ന് വൈകുന്നേരം പോവാം. ശിവയെ അജു ബിൽഡിംഗ് വർക്ക്സ് ഒക്കെ നോക്കി നടക്കുകയാണ്. സാർ എന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശിവ കാല് തന്നെ വീണിരുന്നു. അജു പെട്ടെന്ന് പിടിച്ചെഴുന്നേപ്പിച്ചു. ശിവ, എന്തേലും പറ്റിയോ? കൈക്ക് നല്ല വേദനയുണ്ട്. ചതവുണ്ടെന്ന് തോന്നുന്നു. ശിവ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഡോ, ഒരാളെ എങ്ങനെയാണോ വിളിക്കുന്നത്? ഇപ്പൊ ഇവന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അജു അവരെ വിളിച്ച തൊഴിലാളിയോട് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? അജു, നീ ഒന്ന് നിർത്ത്. എന്നിട്ട് അയാൾക്ക് പറയാനുള്ളത് കേൾക്ക്. നിങ്ങൾ നിന്നെടുത്ത് നിന്ന് മുന്നോട്ട് പോകാതിരിക്കാനാണ് ഞാൻ വിളിച്ചത്. അവിടെ ജസ്റ്റ് പലക വെച്ചതേ ഉള്ളൂ, കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അതാ. അവിടെ കയറിയിരുന്ന ഭാരം കാരണം താഴേക്ക് പലക അടർന്നു വീഴുമായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. അതാ ശ്രദ്ധിക്കാതെ പോയത്. പോട്ടെ, സാരമില്ല. താൻ വിളിച്ചത് കൊണ്ട് വലിയ അപകടം ഒഴിവായല്ലോ. ഇനി ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തെങ്കിലും അടയാളം വെക്കാൻ മറക്കരുത്. ഓക്കെ സാർ. ഒരേ തൊഴിലാളികളാണ് ദിവസവും ഇവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയാണ് പലക അടിച്ചു വെച്ചതെന്ന് എല്ലാവർക്കും അറിയാം. നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കണ്ടു. കൈ സ്കാൻ ചെയ്ത് നോക്കാനാണ് പറഞ്ഞത്. എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ചതവ് പറ്റിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഓയിന്റ്മെന്റ് പുരട്ടാനും വേദനയ്ക്കുള്ള ടാബ്ലറ്റും തന്നു. ഇനി ഞാൻ ഇതും കൊണ്ട് വീട്ടിൽ പോയ അമ്മയുടെ വക അച്ഛനെ കൊടുത്തതിന്റെ ബാക്കി എനിക്കായിരിക്കും. മുത്തശ്ശിയാണ് വീണ്ടും ഓരോ ദോഷത്തിന്റെയും ശാപത്തിന്റെയും കഥ പറഞ്ഞ് അമ്പലത്തിൽ പോകലാകും പണി. നിനക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ ശിവ? പിന്നെ ഞാൻ കാൽവഴുതി വീണതിന് വേറെ ആരെയാ കുറ്റം പറയേണ്ടത്? പക്ഷെ അയാൾ നിന്നെ കറക്റ്റ് സമയത്ത് വിളിച്ചില്ലായിരുന്നെങ്കിലോ? അതിനെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്.